പിന്നീട് അവർ ക്രിസ്ത്യാനികളെ തേടി വന്നു. അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു ക്രിസ്ത്യാനിയായിരുന്നില്ല. അവർ ജൂതന്മാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല, ഞാൻ ജൂതനായിരുന്നില്ല. അവർ തൊഴിലാളികളെ തേടി വന്നു, അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല, ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടി വന്നു. അപ്പോഴേക്കും എനിക്ക് വേണ്ടി നിലവിളിക്കാൻ, എനിക്ക് വേണ്ടി ഉറക്കെ ശബ്ദിക്കാൻ ആരും ബാക്കിയുണ്ടായിരുന്നില്ല എന്നാണ്. ഇതെഴുതിയ ആൾ ഒരു പാസ്റ്ററാണ്. നിയോ മുളർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. നിയോ മുളർ ഹിറ്റ്ലറുടെ ആദ്യകാല ചെയ്തികളെ ന്യായീകരിച്ച ആളാണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോ നിയോ മുളറെ തന്നെ പിടിച്ച് ജയിലിലിട്ടു. ഏതാണ്ട് 5 വർഷത്തിൽ കൂടുതൽ ആ നിയോ മുളർ എന്ന് പറയുന്ന പാസ്റ്റർക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കിടന്നപ്പോഴാണ് നിയോ മുളർക്ക് ബോധോദയം ഉണ്ടായത്. അതുവരെ ആര് നല്ലതായിരുന്നു? ഹിറ്റ്ലർ നല്ലവനായിരുന്നു. ഏതാണ്ട് പാംപ്ലാനി പിതാവെല്ലാം നിയോ മുളറുടെ അവസ്ഥയിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ചില പിതാക്കന്മാർ ഇപ്പോ RSSന് കൊള്ളുത്തുണർത്തുകയാണ്. കേക്കുമായിട്ട് RSSന്റെ ശാഖയിലേക്ക് കടന്നു വരുന്ന ആളുകൾ, കേക്കുമായിട്ട് തിരിച്ച് അങ്ങോട്ട് പള്ളിയുടെ അരമനയിലേക്ക് കടന്നു പോകുന്ന ആളുകൾ പരസ്പരം പരവതാനി വിരിക്കുന്നു, പരസ്പരം ആശ്ലേഷിക്കുന്നു. ആരെയാ ഇവർ പൊട്ടന്മാരാക്കുന്നത്?